എന്തായി എല്ലാവരും ബീഫ് കഴിഞ്ഞാ? കുറച്ച് ബാക്കിയുണ്ടായിരുന്നോ? കറി വെക്കല്ലേ? ഞാൻ ഒരു അടിപൊളി ഐറ്റം കാണിച്ചു തരാം. ബീഫ് സ്റ്റീക്ക് സംഭവം വളരെ എളുപ്പമാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റും. എന്നാൽ പിന്നെ തുടങ്ങിയാലോ പരിപാടി. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം കേട്ടോ. ആദ്യം നല്ല ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക. ഞാനിപ്പോൾ 2 പീസാണ് കേട്ടോ എടുത്തിന്. നമുക്ക് നല്ല വൃത്തിക്കൊന്ന് വാഷ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എനിക്ക് എന്തേന്നല്ല കുറച്ചധികം ആയിപ്പോയി ഉപ്പിട്ടത്, അത്ര വേണ്ട. നിങ്ങളെ ബീഫ് എത്രയെന്നനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ടതിന് ശേഷം ഇതിലേക്കില്ലേ കുരുമുളക് പൊടി. ഈ 2 പൊടി മാത്രമായിട്ട് ഇതിൽ യൂസ് ആക്കുന്നില്ല, വേറെ ഒരു പൊടി ഇതിൽ യൂസ് ആക്കുന്നില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് പരക്കിയിട്ട് നമുക്കിതൊന്ന് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ അവിടെ ആവട്ടെ. നമുക്കൊരു ചപ്പാത്തി ഇട്ട് ചെയ്താലോ ആ സമയം കൊണ്ട്. എൻ്റെ ഹസ്ബൻഡിന് നമുക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പരത്തലും ചുടലെല്ലാം ഓർത്തിട്ടില്ലേ എപ്പോഴും മടി കളിക്കലുണ്ട്. അപ്പം ഈ ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ കാണുന്നത്. എന്നിട്ട് ഇത് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു നോക്കി. ഞാനിപ്പോൾ ഈ ചപ്പാത്തി ചുടുന്ന വീഡിയോ എഡിറ്റ് ഒന്നുമില്ലാതെ ഓണാക്കിയിട്ടിട്ട് കറക്റ്റായിട്ടാണ് എടുക്കുന്നത്. ഒന്ന് സ്കിപ്പും സ്പീഡും ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് ഇതാ ഇല്ല കറക്റ്റ് ടൈമായിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ ചപ്പാത്തി മാത്രമല്ല കേട്ടോ, ദോശ, പിസ്സ, ഓംപ്ലേറ്റ്, കായ്വാട്ടി, ബ്രെഡ്, പിന്നെ ചിക്കൻ, മീൻ, ഇതൊക്കെ എണ്ണയില്ലാണ്ട് പൊരിക്കാൻ എല്ലാം കഴിയും കേട്ടോ. മാവ് പരത്തുമ്പോൾ ഇല്ലേ കുറച്ച് ലൂസായി പരത്തണമെന്നേ ഇല്ലൂ. എന്നിട്ട് ഇതാ ഞാൻ ആദ്യം വെച്ചില്ല, അതുപോലെ ഒന്ന് ഒരിക്കലും പ്രസ് ചെയ്ത് വന്നപാട് അതൊന്ന് മറിച്ചിടുക. പിന്നെ ഒരു 2 മിനിറ്റ് എന്നല്ല, സോറി തെറ്റിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു വട്ട വരും. അന്നേരം ഇല്ലേ തിരിച്ച് മറിച്ചിടതാ അടിപൊളിയായിട്ട് നമ്മൾ ചപ്പാത്തി വരുന്ന നോക്കിയേ. ഇതെല്ലാം ഉടായിപ്പോന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചു, ഇങ്ങനെയൊന്നും ആവില്ലെന്ന്. പക്ഷേ ഇതൊക്കെ ഇല്ലേ ആദ്യം ചുടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഓക്കെ ആവട്ടെ 2 ചുട്ട് ചെയ്താൽ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ചപ്പാത്തിയുടെ റെഡി ആയിട്ടുണ്ട്. അവിടെ മാറ്റി വെക്കാൻ നമുക്ക് ചിക്കൻ സ്റ്റീക്ക് റെഡിയാക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്കില്ലേ ബട്ടർ ഇട്ട് കൊടുക്കാം. എൻ്റെ നിലക്ക് ബട്ടർ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഒരു സാറ്റിസ്ഫൈ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. ഇത് പൊറ്റക്കയോട് കഷ്ടപ്പെട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ആയിപ്പോയിനി. നമുക്ക് ഈ ബട്ടർ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മെൽറ്റായി വരുന്ന സമയം ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശരിക്കും ഒലിവ് ഓയിലായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നല്ല ഒലിവ് ഓയിൽ താല്പര്യമില്ല, അതുകൊണ്ടിപ്പോൾ ഞാൻ സാധാ ഓയിലായിട്ടാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏത് ഓയിലും ചേർത്ത് കൊടുക്കുക. ഈ എണ്ണയിൽ ചൂടായി വരുമ്പോഴേ നമുക്ക് നേരത്തെ പരക്കി വെച്ച് നമ്മളെ ബീഫില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് കാര്യമായിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കലാണ്. വേറെ ഉള്ളി മുറിക്കുക അത് ഇത് അങ്ങനത്തെ ഒന്നും പണിയില്ല. ഇത് അങ്ങോട്ടും ഇങ്ങനെ തിരിച്ചുകൊണ്ടും മറിച്ചുകൊണ്ടിരിക്കുക. ഇതിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പുറത്തെ ഭാഗം തിരിച്ച് മറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വേവും ടൈമൊക്കെ പറയും നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. എൻ്റെ ബീഫ് അത്യാവശ്യം തിക്നെസ് ഉണ്ടായി, അതുകൊണ്ട് കുറച്ച് ഒരു 1/2 മണിക്കൂർ എടുത്തിട്ടുണ്ടായിട്ട് ഇത് റെഡിയാൻ വേണ്ടിയിട്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തിരിച്ചും മറിച്ച് ഇട്ടിട്ടില്ലേ ഏകദേശം നമ്മളെ വേവ് ഒരു 90% ഒക്കെ ആവുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ. അത് നേരത്തെ ബീഫ് കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയം തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കേണ്ടത് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് ഈ ടൈം ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏത് ടൈമും ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഫ്ലേവറൊക്കെ ഇറങ്ങും. നേരത്തെ അമ്മ കുറച്ച് ബട്ടർ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് ബട്ടറാണ് കേട്ടോ. എന്നാൽ നമുക്ക് ബാക്കി ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ബട്ടറിൽ കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ജ്യൂസി ആയിട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ടേസ്റ്റ് വരലെന്ന് വെച്ചാൽ നല്ലൊരു അറബിക് ടേസ്റ്റിൽ. എനിക്ക് പൊതുവേ അറബിക് ടേസ്റ്റ് ഇഷ്ടമല്ല. ഒന്നും വേറെ എക്സ്ട്രാ ഫ്ലേവറും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഉണ്ടാവല്. അപ്പോൾ ഇത് നമ്മളെ ബീഫില്ലേ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചു മറിച്ച് ലാസ്റ്റ് ആകുമ്പോൾ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ എല്ലാ സൈഡും വേവും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒറ്റയടിക്ക് ബീഫ് വേവിച്ചെടുക്കാമെന്ന്. എൻ്റെ മെയിനിൽ എപ്പം കുക്കറിൽ മാത്രമേ ബീഫ് വേവിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഉള്ളത്. അതെന്നുവെച്ചാൽ ചെറിയ പീസൊക്കെ ഓക്കെ, ഇത് ഞാൻ അത്യാവശ്യം നല്ല വലിയ പീസിൻ്റെ ഇട്ടിന്. എന്നിട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിയിട്ടില്ലേ ബീഫ് നല്ലോണം വെന്തിട്ടാ. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ വേവിച്ചു കൊടുത്തിന്. ഇതങ്ങനെ ബാക്കി വരുന്ന ബട്ടറൊക്കെ ഇല്ലേ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം, എല്ലാ സൈഡിലും ബട്ടറൊക്കെ എത്തട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റേക്കിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
ഇതിൽ വേറൊരു പൗഡേഴ്സും കാര്യങ്ങളൊന്നും യൂസ് ആക്കാത്തതുകൊണ്ട് ഈ പച്ചയായ ഈ ബീഫിൻ്റെ ഒരു സ്മെല്ലാന്നിട്ട് എനിക്ക് ഉണ്ടായിനി. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വലിയൊരു ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് മണം പിടിക്കുന്നില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനും മോക്കൊക്കെ ഇഷ്ടമാണ്. അവർക്ക് പൊതുവെ അറബിക് ഫുഡും മറ്റേ മസാല ഇല്ലാത്ത ഐറ്റംസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, ഇങ്ങനെ ചുട്ട സാധനങ്ങളൊക്കെ. പിന്നെ ഈ കാണുന്നത് ഒറ്റ കൈയോട് മുറിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ. അല്ലാതെ ബീഫ് നല്ല ഹാർഡെന്നല്ല ഉണ്ടായി, നല്ല സോഫ്റ്റും ജ്യൂസിയൊക്കെ തന്നെ ഉണ്ടായി കേട്ടോ. പക്ഷേ ഇത് ഒറ്റ കൈയോട് ക്യാമറ വീഡിയോ എടുത്തുകൊണ്ട് ആക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയല്ലോ ഇടലോ വെച്ച് ഒപ്പിച്ചിട്ടുണ്ട് ഫോൺ. കണ്ടില്ലേ, മുറിക്കുമ്പോൾ നല്ല നേരിയ ബ്രെഡൊക്കെ മുറിക്കുന്ന പോലെ സോഫ്റ്റായിട്ട് വരുന്നത്. ഇത്രയും തിക്കായ ബീഫിലെ ഇങ്ങനെ വെന്ത് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടാ. അപ്പുറം ഇപ്പുറം മറിച്ചിട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല വൃത്തിക്ക് എല്ലാ സൈഡും വെന്തിട്ടിട്ടായി. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കണ്ട, സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെയല്ലോ ഏടല്ലോ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്നിട്ട് എങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ടൈം പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് ഇതിലുണ്ടാക്കുമ്പോൾ ബർക്കത്തുണ്ടാവില്ല, തീരെ കുറവ് കറി, അങ്ങനെ ഗ്രേവി ഉണ്ടാവില്ല എന്നെല്ലാം പറയും. അപ്പോൾ ഇത് ഫ്രീ കിട്ടിയ ബീഫല്ല. അപ്പോൾ ഇങ്ങനത്തേലൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം ഒന്നും കമൻറ്റ് ഇടണേ കേട്ടോ. എന്നാൽ ഓക്കെ.